പ്രിയരെ നമസ്കാരം. വാമന പുരാണത്തിൻ്റെ 3-ാം വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 1ഉം 2ഉം വീഡിയോകളിലായി വാമന പുരാണത്തിൽ അടങ്ങിയിട്ടുള്ള 26 അധ്യായങ്ങളിലെ 7 അധ്യായങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്തു. വാമന പുരാണത്തിൻ്റെ 8-ാം അധ്യായത്തിൽ അസുര രാജാവായ ബലിയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇതിൽ 7 ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. വാമന പുരാണം പോലെ വ്യാസന്റെ ശിഷ്യനായ ലോമഹർഷണൻ മുനി സമൂഹത്തോട് വിശദീകരിക്കുന്നതാണ് ഈ കഥാസാരം. ലോമഹർഷണൻ മുനിമാരോട് പറഞ്ഞു, വീരോചനന്റെ പുത്രനും ഹിരണ്യകശിപുവിന്റെ പിൻഗാമിയുമായിരുന്നു ബലി. പിതാവിന്റെ മരണാനന്തരം അദ്ദേഹം ദേവന്മാരെ പരാജയപ്പെടുത്തി സ്വർഗത്തിൽ നിന്നും അവരെ പുറത്താക്കി. വളരെ വേഗത്തിൽ തന്നെ 3 ലോകങ്ങളും സ്വന്തം വരുതിയിലാക്കുന്നു. ബലി സദ്വൃത്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പ്രജകളുടെ മനോഭാവവും. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് രാജ്യത്തിന്റെ എല്ലാ കോണുകളും മതപരമായ പ്രവർത്തനങ്ങളാൽ തിരക്കേറിയതായിരുന്നു. അതിന്റെ ഫലമായി ലോകം മുഴുവൻ പാപത്തിൽ നിന്ന് മുക്തമായി. ഒരു ദിവസം ലക്ഷ്മി ദേവി ബലി രാജാവിനെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, അസുരന്മാരുടെ ധീരനായ രാജാവേ, പോരാടിക്കൊണ്ട് ദേവതകളെ പരാജയപ്പെടുത്തിയ താങ്കളുടെ ശൗര്യത്തിൽ ഞാൻ സന്തുഷ്ടയാണ്. അതുകൊണ്ട് താങ്കളെ അനുഗ്രഹിക്കാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാകുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം ലക്ഷ്മി ദേവി ബലിയുടെ ശരീരവുമായി ലയിച്ചു. അങ്ങനെ ലോകത്തിലെ എല്ലാ മഹത്വങ്ങളും ബലി നേടിയെടുത്തു. പ്രിയരെ, വാമന പുരാണത്തിൻ്റെ 8-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്തിൽ ദേവതകൾ ബ്രഹ്മലോകത്തേക്ക് പോകുന്ന കഥാസാരം വിവരിക്കുന്നു. ഋഷിമാർ ചോദിച്ചു, ദേവന്മാർക്ക് ബലിയെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു? വിഷ്ണു ഭഗവാൻ എന്തിനാണ് വാമനാവതാരം എടുത്തത്? ലോമഹർഷണൻ മറുപടി പറഞ്ഞു, ബലിയിനാൽ പരാജയമടഞ്ഞതിനു ശേഷം ഇന്ദ്രൻ മേരു പർവ്വതത്തിലേക്ക് പോയി. അവിടെ വസിച്ചിരുന്ന സ്വന്തം മാതാവായ അതിഥിയോട് തങ്ങളുടെ ദുഃഖകരമായ പരാജയത്തിൻ്റെ കഥ പറഞ്ഞു. അതിഥി ആ വിഷയത്തിൽ ഭർത്താവായ കശ്യപന്റെ ഉപദേശം തേടി. ബ്രഹ്മാവിന് മാത്രമേ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന് കശ്യപൻ നിർദ്ദേശിച്ചു. അങ്ങനെ ദേവന്മാരോടൊപ്പം കശ്യപനും ബ്രഹ്മലോകത്തേക്ക് പോയി. അവർ സംയുക്തരായി അവിടെ എത്തിയപ്പോൾ മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന നിരവധി ബ്രാഹ്മണരെ കണ്ടു. ബ്രഹ്മാവും അവരുടെ ഇടയിലുണ്ടായിരുന്നു. കശ്യപ മുനിയും എല്ലാ ദേവന്മാരും ബ്രഹ്മാവിനെ വന്ദിച്ച് നിശബ്ദരായി നിന്നു. പ്രിയരെ, 8-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ ദേവതകളുടെ തപസ്സിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ദേവന്മാരുടെ ദുരവസ്ഥയെക്കുറിച്ച് എനിക്ക് അറിയാമെന്ന് ബ്രഹ്മാവ് അവരെ ഓർമ്മിപ്പിച്ചു. ശക്തനായ ബലിയെ പരാജയപ്പെടുത്തുവാൻ സർവശക്തന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒപ്പം മറ്റാരാലും അതിന് കഴിയില്ലെന്നും ഓർമ്മിപ്പിച്ചു. ക്ഷീരസാഗരത്തിൻ്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അമൃത് എന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകണം. സർവശക്തനായ ദൈവം ആ സ്ഥലത്ത് കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരും അവിടെ പോയി തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കണം. അദ്ദേഹം പ്രസാദിക്കുമ്പോൾ അതിഥിയുടെ പുത്രനായി അടുത്ത അവതാരം സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുക. ബ്രഹ്മാവിൻ്റെ ഉപദേശം അനുസരിക്കാൻ കശ്യപ മുനിയും എല്ലാ ദേവന്മാരും സമ്മതിച്ചുകൊണ്ട് ശ്വേതദ്വീപിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഒരു ജീവിയും ഇല്ലാത്ത സ്ഥലം കണ്ടവർ അത്ഭുതപ്പെട്ടു. ആ പ്രദേശത്തിൻ്റെ അതിർത്തി പരിധി ഇല്ലാത്തതുപോലെ അവർക്ക് തോന്നി. സൂര്യരശ്മികൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയാത്ത ഇടം. കശ്യപമുനി എല്ലാ ദേവന്മാരെയും ഖമദം, അതായത് എല്ലാ അനുഗ്രഹങ്ങളും നിറവേറ്റുന്നവൻ എന്ന തപസ്സിലേക്ക് നയിച്ചു. അതിനുശേഷം എല്ലാവരും കഠിനമായ തപസ് ചെയ്തു. പ്രിയരെ, 8-ാം അധ്യായത്തിലെ 3-ാം ഭാഗത്തിൽ ഭഗവാൻ നാരായണൻ കശ്യപനെ അനുഗ്രഹിക്കുന്നു. കശ്യപന്റെ സ്തുതികളും കഠിനമായ തപസ്സും മൂലം ഭഗവാൻ നാരായണൻ സന്തുഷ്ടനായി. ദേവന്മാരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ളതെന്തും ചോദിക്കുവാൻ ഭഗവാൻ ആവശ്യപ്പെട്ടു. താങ്കളുടെ അമ്മയാകുവാനുള്ള പദവി അതിഥിക്ക് നൽകണമെന്ന് കശ്യപൻ വിനയാനിതനായി അഭ്യർത്ഥിക്കുന്നു. അതിഥിയുടെ പുത്രനായി ജനിക്കാൻ വിഷ്ണു സമ്മതമേകി. അതിനാൽ ദേവന്മാരും സംതൃപ്തരായി. തൃപ്തിയോടെ എല്ലാവരും കശ്യപന്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നു. കശ്യപൻ സ്വന്തം ആശ്രമം സ്ഥിതി ചെയ്യുന്ന കുരുക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുവാനായി പത്നി അതിഥിയോട് തപസ് ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. അതിഥി 10,000 വർഷത്തോളം കഠിനമായ തപസ് ചെയ്തു. അവൾ തപസ് ചെയ്ത സ്ഥലം പിന്നീട് അതിഥി വനം എന്നറിയപ്പെട്ടു. അവളുടെ ഭക്തിയിൽ ഭഗവാൻ വിഷ്ണു വളരെയധികം സന്തുഷ്ടനായി. പ്രിയരെ, 8-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ വിഷ്ണു പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. ലോമഹർഷണൻ പറഞ്ഞു തുടങ്ങി, ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ട് അവളുടെ ആഗ്രഹം നിറവേറ്റാൻ അത്യധികം സന്നദ്ധനാണെന്ന് അതിഥിയെ അറിയിച്ചു. എൻ്റെ പുത്രൻ ഇന്ദ്രനെ വീണ്ടും 3 ലോകങ്ങളുടെയും അധിപനാക്കാൻ അതിഥി ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളുടെ പുത്രനായി ജനിക്കുമെന്നും
അസുരന്മാരിൽ നിന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി ഉണ്ടാകുമെന്നും വിഷ്ണു അവൾക്ക് ഉറപ്പു നൽകി. സ്വന്തം ഗർഭപാത്രത്തിനാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഭാരം താങ്ങാൻ കഴിയുമോ എന്നവൾ സംശയം പ്രകടിപ്പിച്ചു. വിഷമിക്കേണ്ട, അതിനുള്ള ശക്തി ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് ഭഗവാൻ അവൾക്ക് ഉറപ്പു നൽകുന്നു. കാലക്രമേണ അതിഥി ഗർഭിണിയായി. എന്നാൽ ഗർഭധാരണത്തിന് ശേഷം ഭ്രൂണത്തിൻ്റെ താങ്ങാനാവാത്ത ഭാരം കാരണം ഭൂമി ശക്തമായി കുലുങ്ങി. അവൾ എവിടെ പോയാലും ആ വലിയ ഭാരം കാരണം ഭൂമിയുടെ ആ പ്രത്യേക ഭാഗം താഴേക്ക് ചെരിഞ്ഞു. അവളുടെ ഗർഭം തന്നെ അസുരന്മാരുടെ തേജസ്സിനെ ഗണ്യമായി നശിപ്പിച്ചിരുന്നു. പ്രിയരെ, 8-ാം അധ്യായത്തിലെ 5-ാം ഭാഗത്തിൽ പ്രഹ്ലാദനോടുള്ള ബലിയുടെ ചോദ്യങ്ങളാണുള്ളത്. ലോമഹർഷണൻ വിവരിച്ചു. അസുരന്മാരുടെ തേജസ്സും ശക്തിയും ക്ഷയിക്കുന്നത് കണ്ട ബലി മുത്തച്ഛനായ പ്രഹ്ലാദനോട് കാര്യകാരണങ്ങൾ അന്വേഷിച്ചു. അതൊരു ദുശകുനമാണോ എന്ന് അദ്ദേഹത്തിന് അതിയായ സംശയം. പ്രഹ്ലാദൻ അഗാധമായ ഒരു ധ്യാനത്തിലേക്ക് പോയി. ഭൂമി മുഴുവൻ ശക്തമായി കുലുങ്ങുന്നത് അദ്ദേഹം കണ്ടു. സമുദ്രത്തിൽ ഉയർന്ന വേലിയേറ്റം ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ദേവശക്തിയുടെ അനിവാര്യമായ ആവിർഭാവത്തെ തെളിയിക്കുന്നതിലേക്കാണ് ഈ അടയാളങ്ങൾ വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. തുടർന്ന് പ്രഹ്ലാദൻ ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കുകയും അതിഥിയുടെ ഗർഭപാത്രത്തിൽ വാമനനായി, അതായത് കുള്ളൻ മനുഷ്യനായി അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ ശരീരത്തിൽ മുഴുവൻ പ്രപഞ്ചവും നിലനിൽക്കുന്നതും അദ്ദേഹം കണ്ടു. അതിനാൽ തന്നെ പ്രഹ്ലാദൻ അത്ഭുതപ്പെടുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ബലിയോട് പറഞ്ഞു, അസുരന്മാർക്ക് തേജസ്സും ശക്തിയും നഷ്ടപ്പെട്ടതിൻ്റെ കാരണം ഇപ്പോൾ എനിക്കറിയാം. ഭഗവാൻ ഹരി അതിഥിയുടെ മകനായി അവതാരമെടുക്കാൻ പോകുന്നു. എല്ലാ അസുരന്മാരും ശക്തിയില്ലാത്തവരായി മാറുവാനുള്ള കാരണവും ഇതാണ്. ബലി കൗതുകത്തോടെ പ്രഹ്ലാദനോട് ചോദിച്ചു, ആരാണ് അസുരന്മാരെ പീഡിപ്പിക്കുന്ന ഈ ഹരി? അവനെ അനായാസം തോൽപ്പിക്കാൻ കഴിയുന്ന നിരവധി അസുരന്മാരായ വീരന്മാർ നമുക്കുള്ളതിനാൽ നമ്മൾ എന്തിനവനെ ഭയപ്പെടണം? ബലിയുടെ വാക്കുകൾ കേട്ട് ക്ഷുഭിതനായിക്കൊണ്ട് പ്രഹ്ലാദൻ അവനെ ശപിച്ചു. ഇങ്ങനെ പറയുവാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നീ എൻ്റെ ചെറുമകനായി ജനിച്ചതിൽ ഞാൻ ലജ്ജിക്കുന്നു. പരമരക്ഷകനായ ഭഗവാൻ വിഷ്ണുവിനെ നീ വിമർശിച്ചതിനാൽ നിന്റെ രാജ്യം നഷ്ടപ്പെട്ട് കൃപയിൽ നിന്ന് വീഴുവാൻ ഞാൻ നിന്നെ ശപിക്കുന്നു. പ്രിയരെ, 8-ാം അധ്യായത്തിലെ 6-ാം ഭാഗത്തിൽ വാമന അവതാരത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. പ്രഹ്ലാദന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിൽ ബലിക്ക് സഹതാപം തോന്നി. പ്രിയ പിതാമഹനെ, എൻ്റെ അഹങ്കാര മനോഭാവത്താൽ എൻ്റെ ബുദ്ധിശക്തി മറഞ്ഞിരിക്കുന്നു. എന്നെ നിങ്ങൾ ശപിച്ചതിലൂടെ ശരിയായ കാര്യം പ്രവർത്തിച്ചു. എൻ്റെ എല്ലാ ഐശ്വര്യവും പ്രതാപവും നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങളുടെ കോപം എനിക്ക് സഹിക്കാവുന്നതിലും അധികമാണ്. സ്വന്തം പൗത്രനെ ശപിച്ചതിലൂടെ താൻ ഒരു അപരാധം ചെയ്തുവെന്ന് ഇപ്പോൾ പ്രഹ്ലാദന് പോലും ബോധ്യപ്പെട്ടു. എൻ്റെ കോപം നിയന്ത്രിക്കാനാവാതെ നിന്നെ ഞാൻ ശപിച്ചു. പക്ഷേ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ വാക്കുകൾ തീർച്ചയായും സത്യമാകും. എന്നാലും വിഷമിക്കേണ്ട, കാരണം എൻ്റെ അനുഗ്രഹങ്ങൾ നിന്നെ ഹരിയുടെ പരമഭക്തനാകാൻ സഹായിക്കും. അദ്ദേഹം നിന്നെ സംരക്ഷിക്കും. ലോമഹർഷണൻ തുടർന്നു. കാലക്രമേണ ഭഗവാൻ വിഷ്ണു വാമനനായി അവതരിച്ചു. വിഷ്ണുവിൻ്റെ ജനനത്തിൻ്റെ ഈ സംഭവം അതിഥിയെയും എല്ലാ ദേവതകളെയും അവരുടെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ചു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വാമനന്റെ ജത് കർമ്മം, അതായത് പ്രസവാനന്തര ചടങ്ങുകൾ നടത്തി. അദ്ദേഹം വാമനനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ സ്തുതിയിൽ സന്തുഷ്ടനായ വിഷ്ണു ഇന്ദ്രനെ 3 ലോകങ്ങളുടെയും അധിപനാക്കാൻ വാമനന്റെ അവതാരം സ്വീകരിച്ചതായി ബ്രഹ്മാവിനോട് വെളിപ്പെടുത്തി. സന്തുഷ്ടനായ ബ്രഹ്മാവ് കറുത്ത നിറമുള്ള ഒരു മാൻതോൽ അദ്ദേഹത്തിന് സമ്മാനിച്ചു. അതുപോലെ മരീചി, വസിഷ്ഠൻ, ബൃഹസ്പതി, അങ്കിരസൻ തുടങ്ങിയ ഋഷിമാർ യഥാക്രമം പലാഷദണ്ഡ്, കമണ്ഡലു, പൂണൂൽ, പട്ടുവസ്ത്രം എന്നിവ സമ്മാനിച്ചു. തുടർന്ന് വാമനൻ ബലിരാജാവ് തന്റെ വഴിപാട് നടത്തുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. വാമനൻ ഒരു സന്യാസിയുടെ രൂപത്തിലായിരുന്നു യാത്ര തിരിച്ചത്. വലിപ്പം കുറവാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഓരോ ചുവടും ഭൂമിയെ ഇളക്കാൻ പര്യാപ്തമായിരുന്നു. പ്രിയരെ, വാമന പുരാണത്തിന്റെ 8-ാം അധ്യായത്തിലെ 7-ാം വിഭാഗത്തിൽ ഭഗവാൻ വാമനന്റെ ആവശ്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ലോമഹർഷണൻ തുടർന്ന് പറഞ്ഞു, ഭൂമിയുടെ കുലുക്കവും വിറയലും ബലിയെ ഭയപ്പെടുത്തി. വിചിത്രമായ ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം ശുക്രാചാര്യരോട് അന്വേഷിച്ചു. അഗ്നി യാഗങ്ങൾ സ്വീകരിക്കുന്നില്ലെന്ന വസ്തുതയും അദ്ദേഹത്തെ ഭയപ്പെടുത്തി. ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ശുക്രാചാര്യർ വാമനന്റെ അവതാരത്തെക്കുറിച്ച് മനസ്സിലാക്കി. വാമനൻ യാഗസ്ഥലത്തേക്ക് വരികയാണെന്നും അവന്റെ ഓരോ ചുവടും ഭൂമിയിൽ പ്രബുദ്ധത ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം ബലിയെ അറിയിച്ചു. ഋഷിമാർ ധ്യാനിക്കുന്ന സർവശക്തനായ ദൈവത്തെ കാണാൻ അവസരം ലഭിച്ചതിൽ ബലി സന്തോഷിച്ചു. ഭഗവാൻ തന്നെ സന്ദർശിക്കുവാൻ വരുന്നത് തന്റെ ഭാഗ്യമാണെന്ന് അദ്ദേഹം അഭിമാനിച്ചു.
വാമനന്റെ വരവിന്റെ കാരണം അറിയാമായിരുന്ന ശുക്രാചാര്യർ ഒരു വാഗ്ദാനവും നൽകരുതെന്ന് ബലിക്ക് മുന്നറിയിപ്പ് നൽകി. ബലി അതിന് ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: സർവശക്തനായ ദൈവം എന്നിൽ നിന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ എങ്ങനെ നിരസിക്കും? എൻ്റെ ദയാലുവായ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ഞാൻ ഏത് പ്രയാസവും നേരിടാൻ തയ്യാറാണ്. എൻ്റെ പ്രവർത്തികൾ ദേവതകൾക്ക് പ്രയോജനപ്പെട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഭഗവാൻ എന്നെ വധിക്കുവാൻ ഉദ്ദേശിച്ചാണ് വരുന്നതെങ്കിൽ പോലും എനിക്ക് ഭയമില്ല. കാരണം അങ്ങനെയാണ് എനിക്ക് മോക്ഷം ലഭിക്കുക. എന്തു സംഭവിച്ചാലും ഞാൻ എൻ്റെ ദാനശീലം ഉപേക്ഷിക്കാൻ പോകുന്നില്ല. ശുക്രാചാര്യരും ബലിയും തമ്മിലുള്ള സംഭാഷണം തുടരുന്നതിനിടയിൽ വാമനൻ ആ സ്ഥലത്തെത്തി. വാമനന്റെ തേജസ് അവിടെ സന്നിഹിതരായ എല്ലാ അസുരന്മാരുടെയും ശക്തിയെ കീഴടക്കി. ബലിയുടെ യാഗത്തിന്റെ ഗാംഭീര്യത്തിൽ ആകൃഷ്ടനായ ഭഗവാൻ വാമനൻ ഇത്രയും ഗംഭീരമായ ഒരു യാഗം സംഘടിപ്പിച്ചതിന് അദ്ദേഹത്തെ പ്രശംസിച്ചു. ബലി ആദരണീയനായ തന്റെ അതിഥിയെ പ്രശംസിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ആഗമനത്തിന്റെ കാരണം വെളിപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുകയും താങ്കളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഭഗവാൻ വാമനൻ പുഞ്ചിരിച്ചുകൊണ്ട് യാഗം നടത്താൻ 3 ചുവടുകൾ ഉള്ള ഒരു ചെറിയ ഭൂമി എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. ആ ആവശ്യം കേട്ട് ബലി അത്ഭുതപ്പെടുന്നു. കൂടുതൽ ഭൂമി ചോദിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഭഗവാൻ വാമനൻ അദ്ദേഹത്തോട് അത്രയും ഭൂമി മാത്രമേ തനിക്ക് ആവശ്യമുള്ളൂ എന്ന് സൗമ്യനായി പറഞ്ഞു. ബലി സമ്മതിച്ചു. 3 ചുവടുകൾ അളക്കുന്ന രീതിയിൽ ഭൂമി ദാനം ചെയ്യാൻ നേർച്ച നേർന്നു. ബലി വ്രതം എടുക്കുന്നതിന്റെ തൊട്ടു മുൻപ് പെട്ടെന്ന് ഭഗവാൻ വാമനൻ തന്റെ രൂപത്തിന്റെ വലിപ്പം വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ്പിനാൽ മുഴുവൻ ഭൂമിയെയും അളന്നു. തുടർച്ചയായ 2ാം ചുവടുവയ്പ്പിലൂടെ ബലി സ്വായത്തമാക്കിയ 2ാമത്തെ ലോകവും അളന്നു. അങ്ങനെ പ്രതിജ്ഞയനുസരിച്ച് 3ാമത്തെ ലോകവും ദാനം ചെയ്യാൻ ബലി നിർബന്ധിതനായി. തുടർന്ന് വിഷ്ണു ഭഗവാൻ ഇന്ദ്രനെ 3 ലോകങ്ങളുടെയും രാജാവാക്കുന്നു. ബലിയെ സുതലം എന്ന പാതാളത്തിലേക്ക് അയച്ചു. അതോടൊപ്പം ബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു: ഈ കൽപ്പത്തിന്റെ അവസാനം വരെ നീ ദീർഘായുസ് ആസ്വദിക്കും. സാവർണി മന്വന്തരത്തിൽ നിങ്ങൾ ഇന്ദ്രന്റെ സ്ഥാനം വഹിക്കും. ബ്രാഹ്മണരെയും ദേവതകളെയും പിന്തുണയ്ക്കുന്നിടത്തോളം കാലം ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും നിങ്ങൾ ആസ്വദിക്കും. എന്നാൽ നിങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ വരുണന്റെ കുരുക്കിനാൽ ബന്ധിപ്പിക്കപ്പെടും. പ്രിയരെ, വാമന പുരാണത്തിന്റെ 9ാം അധ്യായത്തിൽ സരസ്വതി നദിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കുരുക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയ സരസ്വതി നദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്താൻ മുനിമാർ ലോമഹർഷണനോട് അഭ്യർത്ഥിച്ചു. ലോമഹർഷണൻ മൊഴിഞ്ഞു: സരസ്വതി നദി പക്കാട് എന്നറിയപ്പെടുന്ന ഭാരതീയ അത്തിമരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നിരവധി പർവ്വതങ്ങൾ താണ്ടിയവൾ ദ്വൈതവനത്തിലേക്ക് പ്രവേശിക്കുന്നു. അവളുടെ മഹത്വത്തെക്കുറിച്ച് മാർക്കണ്ഡേയമുനി വിവരിക്കുന്നതനുസരിച്ച് സരസ്വതി ഉറവിടമാണെന്നും 3 ലോകങ്ങളും 3 വേദങ്ങളും വിദ്യ, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ സ്വർഗീയ ശരീരങ്ങളും ഉത്ഭവിച്ചതും അവളിൽ നിന്നാണ്. ഒരിക്കൽ മാർക്കണ്ഡേയമുനി സരസ്വതിയെ സ്തുതിച്ചു: ഹേ സരസ്വതി, നീ നിഗൂഢ മന്ത്രത്തിന്റെ രൂപത്തിൽ, അതായത് ഓംകാരം എന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. സർവശക്തനായ ദൈവമായ ബ്രഹ്മാവ് വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന നിത്യരൂപമാണ് നീ. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സരസ്വതി സന്തുഷ്ടയായിക്കൊണ്ട് മൊഴിഞ്ഞു: അല്ലയോ ബ്രാഹ്മണരെ, താങ്കൾ എന്നെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് അനുഗമിക്കുവാൻ ഞാൻ തയ്യാറാണ്. മാർക്കണ്ഡേയന്റെ അഭിപ്രായത്തിൽ സരസ്വതി നദി ആദ്യം ബ്രഹ്മസരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടവൾ രാമഹളദ എന്നറിയപ്പെട്ടു. മാർക്കണ്ഡേയ മുനി സരസ്വതിയോട് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരുന്ന കുരുക്ഷേത്രം എന്ന സ്ഥലത്തേക്ക് ഒഴുകുവാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ സരസ്വതി കുരുക്ഷേത്രം വഴി തിരിച്ചുവിടുന്നു. പ്രിയരെ, വാമനപുരാണം 10ാം അധ്യായത്തിൽ കുരുക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കുരുക്ഷേത്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയെക്കുറിച്ച് വിവരിക്കാൻ മുനിമാർ ലോമഹർഷണനോട് ആവശ്യപ്പെടുന്നു. മറുപടി ഇപ്രകാരമായിരുന്നു: കുരുക്ഷേത്രത്തിൽ കാമാക്യൻ, അതിഥിവനം, വ്യാസവനം, ഫാൽക്കിവനം, സൂര്യവനം, മധുവനം, ശീതവനം എന്നീ 7 വ്യത്യസ്തമായ വനപ്രദേശങ്ങളുണ്ട്. കുരുക്ഷേത്രത്തിലൂടെ ഒഴുകുന്ന 9 നദികൾ സരസ്വതി, വൈതർണി, ആഷ്ഗ, മന്ദാകിനി, ഗംഗ, മധുസ്ത്രവ, വസു, കൗശികി, കഗ്ഗർ, ഹിരണ്യവതി എന്നിവയാണ്. കുരുക്ഷേത്രം ഏറ്റവും പുണ്യമായ തീർത്ഥാടന സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുരുക്ഷേത്രം സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടകൻ യക്ഷനെ പൂജിച്ചതിന് ശേഷം മാത്രമേ തൻ്റെ തീർത്ഥാടനം ആരംഭിക്കാവൂ. തുടർന്ന് ഒരു പുത്രനെ ലഭിക്കാൻ അതിഥി കഠിനമായ തപസ് ചെയ്ത പ്രശസ്തമായ അതിഥിവനം ആ വ്യക്തി സന്ദർശിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാ നല്ല ഗുണങ്ങളുമുള്ള പുത്രന്മാരാൽ അവർ അനുഗ്രഹിക്കപ്പെടുന്നു. അതിനുശേഷം ഹരി വസിക്കുന്ന സാവൻ എന്ന സ്ഥലം സന്ദർശിക്കണം. ഭഗവാൻ വിമലേശ്വരനെ സന്ദർശിക്കുന്ന ഒരു ഭക്തൻ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്ന് മുക്തനാവുകയും മരണാനന്തരം രുദ്രലോകത്തേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്നു.
കുരുക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതും വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നതുമായ മറ്റു ചില തീർത്ഥാടന സ്ഥലങ്ങൾ പരിത്ലവ്, കൗശികി, ധരണി, ദക്ഷന്റെ ആശ്രമം, ശാലുകിനി, സർപ്പീദാദി, പഞ്ചനാട് നദിയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങൾ, വരാഹക്ഷേത്രം, സോമേശ്വര ക്ഷേത്രം എന്നിവയാണ്. ആ ഭക്തൻ രാംകുണ്ഡം സന്ദർശിക്കണം. അവിടെ പരശുരാമൻ 5 കുളങ്ങൾ നിർമ്മിച്ച് ക്ഷത്രിയരെ നിഗ്രഹിച്ച് രക്തത്താൽ നിറച്ചു. മരിച്ച ക്ഷത്രിയരുടെ രക്തത്താൽ തർപ്പണം നടത്തി തൻ്റെ പൂർവികരുടെ ആത്മാവിനെ ശാന്തമാക്കി. മരിച്ച പൂർവികർ അദ്ദേഹത്തിൽ സന്തുഷ്ടനായതിനാൽ ക്ഷത്രിയരെ നിഗ്രഹിച്ചതിലൂടെ അദ്ദേഹത്തിന് കൈവന്ന പാപങ്ങളിൽ നിന്ന് മുക്തനാകുവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. പ്രിയരെ, വാമന പുരാണത്തിന്റെ 11-ാം അധ്യായത്തിൽ മങ്കണക മുനി ശിവനെ സ്തുതിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. കശ്യപന്റെ മാനസപുത്രനായിരുന്നു മങ്കണക മുനി. അദ്ദേഹത്തിന് 7 പുത്രന്മാരുണ്ടായിരുന്നു. അവർ മരുതഗണങ്ങളെന്നറിയപ്പെട്ടു. ഈ ലോകത്തിലെ എല്ലാ ജംഗമ വസ്തുക്കളെയും സ്ഥാവര വസ്തുക്കളെയും വഹിക്കുന്നത് ഇവരാണ്. ഒരിക്കൽ മതാചാരങ്ങൾക്കായി കറുകപ്പുല്ല് പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മങ്കണക മുനിയുടെ വിരൽ പുല്ലിന്റെ മൂർച്ചയുള്ള അഗ്രം കൊണ്ട് പരിക്കേറ്റു. ആ മുറിവിൽ നിന്ന് രക്തത്തിന് പകരം സസ്യരസം, അതായത് ശാകരസം ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതചകിതനായി. ഒരുപക്ഷെ തപസ്സിന്റെ ഫലമായി രക്തം സസ്യരസമായി മാറിയതായിരിക്കാമെന്ന് അദ്ദേഹം കരുതി. ഈ അസാധാരണ സംഭവം അദ്ദേഹത്തെ അഹങ്കാരിയാക്കി മാറ്റി. അതിന്റെ ഫലമായി ലോകം മുഴുവൻ ഭ്രമിച്ചു തുടങ്ങി. പെട്ടെന്നുള്ള ഈ സംഭവത്തിൽ ബ്രഹ്മാവ് അമ്പരന്നു. അദ്ദേഹം ശിവനിങ്കൽ പോയി പ്രപഞ്ചം സമതുലിതമാക്കുന്നതിനായി മങ്കണകൻ നൃത്തം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു. ശിവൻ മങ്കണകന്റെ അടുത്ത് ചെന്ന് ഓർമ്മിപ്പിക്കുന്നു, അല്ലയോ മഹർഷേ, ഒരു സന്യാസി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ആ നിങ്ങളുടെ അതിയായ സന്തോഷത്തിന്റെ കാരണം എനിക്കറിയാം. അതാണല്ലോ നിങ്ങളെ നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ മങ്കണകൻ ശിവനോട് പ്രതികരിച്ചു, എൻ്റെ തപസ് എനിക്ക് വലിയ ശക്തി നൽകി. അതുകൊണ്ടാണ് മുറിവിൽ നിന്ന് രക്തത്തിന് പകരം സസ്യരസം പുറത്തേക്കൊഴുകുന്നത്. അതാണ് എൻ്റെ അതിയായ സന്തോഷത്തിന് കാരണം. അതുകൊണ്ട് തന്നെ ആനന്ദത്താൽ ഞാൻ നൃത്തം ചെയ്യുന്നു. ആ മറുപടി ശിവന് രസിച്ചില്ല. അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. ശിവൻ തൻ്റെ വിരൽത്തുമ്പിൽ നഖം കൊണ്ടടിച്ചു. അതിൻ്റെ ഫലമായി ഉണ്ടായ മുറിവിൽ നിന്നും ചാരമൊഴുകി. അത് കണ്ട മങ്കണകന് അത്ഭുതം. ലജ്ജിച്ചുകൊണ്ട് അദ്ദേഹം മൊഴിഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ശിവഭഗവാനല്ലാതെ മറ്റാരുമല്ല. കാരണം മറ്റാർക്കും ഈ അത്ഭുതകരമായ നേട്ടം പ്രവർത്തിക്കുവാനാവില്ല. ഞാൻ നിങ്ങളുടെ മഹാഭക്തനാണ്. ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ ദേവതകൾ ആശ്രയിക്കുന്നത് നിങ്ങളെയാണ്. എൻ്റെ തപസ്സിൻ്റെ പുണ്യങ്ങൾ കേടുകൂടാതെ നിലനിൽക്കാൻ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം ആവശ്യമാണ്. തൻ്റെ അഹന്ത തിരിച്ചറിയുകയും പരമ്പൊരുളിൽ അഭയം തേടുകയും ചെയ്തതിനാൽ ശിവൻ മങ്കണക മുനിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കളുടെ ആശ്രമത്തിൽ എന്നെന്നും വസിക്കും. പ്രിയരെ, വാമനപുരാണത്തിന്റെ 12-ാം അധ്യായം ചില അപൂർവ പുണ്യ തീർത്ഥാടന സ്ഥലങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ അധ്യായത്തിൽ 4 ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിലെ ആദ്യ ഭാഗത്തിൽ ഔഷാന തീർത്ഥത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും പുണ്യ തീർത്ഥാടന സ്ഥലമായ ഔഷാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ ലോമഹർഷണൻ ഇനി പറയുന്ന കഥകൾ വിവരിക്കുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമൻ വനവാസത്തിലായിരുന്നപ്പോൾ നിരവധി അസുരന്മാരെ നിഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ ദണ്ഡക വനത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹം തന്റെ ക്ഷുരാസ്ത്രം ഉപയോഗിച്ച് ഒരു ദുഷ്ടനായ അസുരന്റെ തല ഛേദിച്ചു. അസുരന്റെ ഛേദിക്കപ്പെട്ട തലയും വഹിച്ച് അസ്ത്രം ഏറെ ദൂരം സഞ്ചരിക്കുന്നു. യാദൃശ്ചികമായി അത് മുനി രഹോദരന്റെ തുടയിൽ കുടുങ്ങി. ആകയാൽ സ്വന്തം മതപരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ഛേദിക്കപ്പെട്ട തലയിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധം അസഹനീയമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാൻ ഔഷാനത്തെ സന്ദർശിക്കാൻ ചില മുനിമാർ ഉപദേശിച്ചു. രഹോദരൻ ഔഷാനത്തിന്റെ അടുത്തേക്ക് പോയി നദിയിലെ പുണ്യജലം സ്പർശിച്ചയുടനെ ഛേദിക്കപ്പെട്ട തല വേർപെട്ട് നദിയിൽ പതിച്ചു. അതിന്റെ സന്തോഷത്തിൽ സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങി. അന്നു മുതൽ ഔഷാനം കപാൽ മോചൻ എന്നും അറിയപ്പെടുന്നു. പ്രിയരെ, 12-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ വസിഷ്ഠ പാവന തീർത്ഥത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വസിഷ്ഠ പാവന തീർത്ഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും സരസ്വതി നദിയുടെ ശക്തമായ ഒഴുക്ക് വസിഷ്ഠ മുനിയെ എങ്ങനെ കൊണ്ടുപോയി എന്നതിനെക്കുറിച്ചും മുനിമാർ ലോമഹർഷണനോട് ചോദിച്ചു. ഒരിക്കൽ വിശ്വാമിത്രൻ സരസ്വതി നദിയോട് വസിഷ്ഠനെ കൊല്ലുവാനായി ശക്തമായ പ്രവാഹങ്ങളുടെ സഹായത്തോടെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. സരസ്വതി നദി ദുഃഖിതയായി അത് അനുസരിക്കാൻ വിസമ്മതിച്ചു. അതിൽ വിശ്വാമിത്രൻ ക്ഷുഭിതനാകുന്നു. അദ്ദേഹം വീണ്ടും കൽപ്പന ആവർത്തിച്ചു. മറ്റു മാർഗമൊന്നും ഇല്ലാത്തതിനാൽ അവൾ വസിഷ്ഠന്റെ ആശ്രമത്തിൽ പോയി മുഴുവൻ കഥയും അദ്ദേഹത്തോട് പറഞ്ഞു. വസിഷ്ഠൻ തന്നെ ആശ്രമത്തിൽ നിന്നും എടുത്തു കൊണ്ടുപോകുവാൻ സമ്മതിച്ചു.
ആ വരവിൽ വിശ്വാമിത്രൻ വസിഷ്ഠനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ നിഗ്രഹിക്കുവാൻ എന്തെങ്കിലും ആയുധം തേടാൻ തുടങ്ങി. ഒരു ബ്രാഹ്മണനെ കൊല്ലുന്നതിൽ പങ്കുചേരുന്നതിന്റെ പാപം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ സരസ്വതി ഭയന്ന് വസിഷ്ഠനെ സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. നിരാശയാൽ ക്ഷുഭിതനായ വിശ്വാമിത്രൻ അവളെ ശപിച്ചു. നിന്റെ ജലത്തിൽ രക്തം കലരട്ടെ, അസുരന്മാർ നിന്റെ തീരത്തിൽ വളരട്ടെ. അങ്ങനെ ഒരു വർഷത്തോളം സരസ്വതി രക്തം കലർന്ന വെള്ളവുമായി ഒഴുകി. ആ സംഭവത്തിൽ എല്ലാ മുനിമാരും ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും ആശങ്കാകുലരായിരുന്നു. എന്നാൽ സരസ്വതി നദിയുടെ തീരത്ത് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അസുരന്മാരുടെ കാര്യം അങ്ങനെയായിരുന്നില്ല. ദേവന്മാരിൽ നിന്നും സ്വർഗം നേടിയതുപോലെ അവർ നൃത്തം ചെയ്യുകയും സന്തോഷിച്ചും ആനന്ദിച്ചും ജീവിച്ചു. ഒരു ദിവസം ചില മുനിമാർ സരസ്വതി നദിയുടെ തീരത്തെത്തി. അവളുടെ ജലത്തിൽ രക്തം കലർന്നിരിക്കുന്നത് കണ്ടവർ ദുഃഖിതരായി. അവർ അവളോട് കാരണം തിരക്കി. വിശ്വാമിത്രന്റെ മുഴുവൻ കഥയും ദുഷ്പ്രവർത്തികളും അവൾ അവരോട് വെളിപ്പെടുത്തി. തുടർന്ന് മുനിമാർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി നേടുന്ന അരുണ നദിയോട് തന്റെ ഗതി മാറ്റി സരസ്വതി നദിയിലേക്ക് ഒഴുകുവാൻ അഭ്യർത്ഥിച്ചു. അരുണ നദി സരസ്വതി നദിയിൽ സംയോജിച്ചത് മുതൽ തന്നെ അവൾ, അതായത് സരസ്വതി നദി, വീണ്ടും ശുദ്ധി പ്രാപിച്ചു. പ്രിയരെ, 12-ാം അധ്യായത്തിന്റെ 3-ാം ഭാഗത്തിൽ കാമിക വന തീർത്ഥത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. കാമിക വന തീർത്ഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് മുനിമാർ ലോമഹർഷണനോട് ചോദിച്ചു. ലോമഹർഷണൻ അവരുടെ അജ്ഞത അകറ്റാൻ ശ്രമിക്കുന്നു. ഒരിക്കൽ നൈമിഷാരണ്യത്തിലെ മുനിമാർ സ്നാനം നടത്തുവാനായി കുരുക്ഷേത്രത്തിലൂടെ ഒഴുകുന്ന സരസ്വതി നദിയിലേക്ക് വന്നു. പക്ഷേ അവരുടെ അംഗസംഖ്യ കൂടുതലായതിനാൽ നദീതീരത്ത് അവരെയെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അവരുടെ നിസ്സഹായതയും നിമിത്തം അവർ യാഗോപവിതിക് തീർത്ഥം എന്ന പേരിൽ ഒരു സാങ്കല്പിക തീർത്ഥാടന കേന്ദ്രം സൃഷ്ടിച്ച് അതിൽ സാങ്കല്പികമായി മുങ്ങി. എന്നാൽ ആ വിഭാഗത്തിലെ ശേഷിച്ച പല മുനിമാർക്കും ആ പ്രവൃത്തി ചെയ്യാൻ കഴിഞ്ഞില്ല. തന്റെ പുണ്യജലത്തിൽ കുളിക്കാൻ ആഗ്രഹിച്ച് ബ്രാഹ്മണരുടെ ഒരു വലിയ സംഘം എത്തിയപ്പോൾ സരസ്വതി ഒരു ഉദ്യാനം, അതായത് കുഞ്ച് സൃഷ്ടിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകാൻ തുടങ്ങി. ഈ ഉദ്യാനം പിന്നീട് ഒരു നിബിഡവനമായി വികസിച്ച് കാമികവനം എന്ന പേരിൽ പ്രശസ്തമായി. പ്രിയരെ, 12-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ സ്ഥാണുതീർത്ഥത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തുടർന്ന് മുനിമാർ ലോമഹർഷണനോട് സ്ഥാണുതീർത്ഥത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും സ്ഥാണുവാദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചോദിച്ചു. സാനിഹിത്യ എന്ന ജലാശയത്തെക്കുറിച്ചും ഇന്ദ്രൻ എങ്ങനെയാണ് അതിൽ ചെളി നിറച്ചതെന്നും അറിയുവാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു. ഒരിക്കൽ ബാൽകില്യനും മറ്റ് മഹർഷിമാരും ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ സനത് കുമാരൻ ഇപ്രകാരം മറുപടി പറഞ്ഞു. അവസാന സംഹാരകാലത്ത് ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ബ്രഹ്മാവ് ഒരു അണ്ഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആയിരക്കണക്കിന് യുഗങ്ങൾ അദ്ദേഹം അവിടെ നിദ്രയിലായി. നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ ലോകത്തിൽ ആരുടെയും സാന്നിധ്യം അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. രജോ ഗുണത്തിന്റെ സ്വാധീനത്താൽ അദ്ദേഹം തന്റെ സൃഷ്ടിപ്രക്രിയ ആരംഭിക്കാൻ പദ്ധതിയിട്ടു. അതേസമയം വിഷ്ണുവും യോഗനിദ്രയിൽ നിന്നും ഉണർന്നു. നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ ലോകത്തിൽ ആരുടെയും സാന്നിധ്യം അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. ലോകം മുഴുവൻ തന്റെ ഉള്ളിൽ ലയിച്ചതായി തിരിച്ചറിഞ്ഞ ശേഷം ആ അണ്ഡം പൊട്ടിച്ചു. തുടർന്ന് ഓംകാരം എന്ന വാക്കിൽ നിന്നാണ് ബ്രഹ്മാവ് തന്റെ സൃഷ്ടി ആരംഭിച്ചത്. അതിനുശേഷം യഥാക്രമം ഭൂർ, ഭുവ, സ്വാഹ എന്നീ പദങ്ങൾ നിലവിൽ വന്നു. അണ്ഡത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഉജ്ജ്വലമായ തേജസ് ജലത്തെ വറ്റിച്ചു. അതിന്റെ ഫലമായി ശേഷിക്കുന്ന വെള്ളം ഒരു ഭ്രൂണത്തിന്റെ ആകൃതിയിലേക്ക് മാറി. അണ്ഡം സ്വയം പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്താണ് സാനിഹിത്യ ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത്. മേരു പർവ്വതം ആ അണ്ഡത്തിന്റെ പുറന്തോടാണ്. മറ്റെല്ലാ പർവ്വതങ്ങളും അതിന്റെ തൊലിയാണ്. സമുദ്രങ്ങളും നദികളും ആ അണ്ഡത്തിനുള്ളിലെ ദ്രാവകമാണ്. ബ്രഹ്മാവിന്റെ നാഭി പ്രദേശത്തിനടുത്തായി വലിയൊരു ജലസംഭരണിയുണ്ട്. ആ ജലസംഭരണിയുടെ മധ്യത്തിൽ ഒരു വലിയ ആൽമരം സ്ഥിതി ചെയ്യുന്നു. ഈ മരം ഒരു സ്തംഭം, അതായത് സ്ഥാണു പോലെ കാണപ്പെടുന്നു. 3 പ്രധാന ജാതികളായ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്നിവ ആ വൃക്ഷത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. പിന്നീട് ബ്രഹ്മാവ് തന്റെ മാനസപുത്രന്മാരെ സൃഷ്ടിച്ചു. തുടർന്ന് അദ്ദേഹം സപ്തഋഷികളെയും ബാൽകില്യരെയും സൃഷ്ടിച്ചു. എല്ലാ ബാൽകില്യരും ഒരു പൊട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ആയിരക്കണക്കിന് വർഷങ്ങൾ തപസ് ചെയ്തു. അതിനാൽ അവർ വളരെ ദുർബലരായിട്ടും ശിവൻ അവരിൽ പ്രസാദിച്ചില്ല. ഒരിക്കൽ ശിവനും ഉമയും ആകാശമാർഗം യാത്ര ചെയ്യുമ്പോൾ പൊടുന്നനെ ഉമയുടെ ശ്രദ്ധയിൽ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ദുർബലരായ ബാൽകില്യന്മാരെ കണ്ടു. അവരുടെ ദുർബലമായ ശരീരങ്ങൾ കണ്ട് അവൾ ദുഃഖിതയായി. അവരുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാൻ അവൾ മഹേശ്വരനോട് അഭ്യർത്ഥിച്ചു. ബാൽകില്യന്മാർ കഠിനമായ തപസ് ചെയ്തിട്ടും അവർക്ക് പുണ്യം ലഭിച്ചിട്ടില്ലെന്ന് ശിവനവളെ ഓർമ്മപ്പെടുത്തി. അവർ ഇപ്പോഴും കോപത്തിൽ നിന്നും ആഗ്രഹത്തിൽ നിന്നും മുക്തരായിട്ടില്ല. എന്നാൽ ഉമ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ മടിച്ചു. അപ്പോൾ ശിവൻ പാർവതിയോട് അവിടെ കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു.
തൻ്റെ വാദം തെളിയിക്കാൻ അവരുടെ യഥാർത്ഥ മൂല്യം അവൾക്ക് കാണിച്ചു കൊടുക്കാൻ സ്വയം പോയി. ശിവൻ തൻ്റെ അടകൾ ഉപേക്ഷിച്ച് നഗ്നനായി ഒരു ഭിക്ഷക്കാരനായിക്കൊണ്ട് എല്ലാ വാൽക്കില്യരുടെയും ആശ്രമങ്ങൾ സന്ദർശിച്ചു. ആ സമയത്ത് മുനിമാരെല്ലാം തപസ് അനുഷ്ഠിക്കുകയായിരുന്നതിനാൽ അവരുടെ സ്ത്രീജനങ്ങൾ മാത്രമേ ആശ്രമത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. നഗ്നനായ ശിവനിൽ ആകൃഷ്ടരായ സ്ത്രീകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ബാൽകില്യർ ഇതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ അവയവമായ ജനനേന്ദ്രിയം പറിച്ചെടുത്ത് നിലത്തെറിഞ്ഞു. ലിംഗം നിലത്ത് വീണയുടനെ ലോകം മുഴുവൻ നാശത്തിന്റെ പ്രക്രിയയിൽ മുങ്ങി. ഭയചകിതരായ എല്ലാ ഋഷിമാരും പണ്ഡിതരായ സന്യാസിമാരും വിഷമിച്ച് ബ്രഹ്മാവിന്റെ സഹായം തേടിപ്പോയി. ഈ നാശം ശിവന്റെ കോപം മൂലമാണെന്ന് ബ്രഹ്മാവ് അവരോട് വെളിപ്പെടുത്തി. അവർ ഇപ്പോഴും കോപത്തിന്റെയും കാമത്തിന്റെയും സ്വാധീനത്തിലായതിനാൽ അവരുടെ തപസ്സിന്റെ നിരർത്ഥകതകളെക്കുറിച്ചും അദ്ദേഹം അവരോട് പറഞ്ഞു. നിങ്ങളുടെ പോരായ്മകൾ ഇല്ലാതാകുന്നതുവരെ നിങ്ങൾക്ക് പൂർണ്ണത കൈവരിക്കാൻ കഴിയില്ലെന്ന് ബ്രഹ്മാവ് അവരെ ഓർമ്മിപ്പിച്ചു. പ്രിയരെ, വാമനപുരാണത്തിന്റെ 3-ാം വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ബാൽകില്യന്മാർ ശിവനെ അഭയം പ്രാപിക്കുന്നതിനെക്കുറിച്ചും മറ്റു നിരവധി ഉദ്യോഗജനകമായ വാമനപുരാണത്തിന്റെ അറിവുകളുമായി വീണ്ടും വരാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുതേ പ്രിയ സുഹൃത്തുക്കളെ.